സ്നേഹമതിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരല്ലേ, എല്ലാവർക്കും അറിയാം. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പലയിടത്തും ഇപ്പം മിക്ക വീടുകളിലും സ്നേഹമതിലാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇനി സ്നേഹമതിൽ എന്നല്ലാന്നോ പേര്? അല്ല, സ്നേഹമതിൽ എന്ന് പേരിട്ടേക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടതാണ്. പറഞ്ഞ് ഇട്ടുകൊണ്ട് സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ഈ മതിലിൻ്റെ ആവശ്യമുണ്ട്. പണ്ട് കാലത്ത് നമ്മൾ ഉത്സവങ്ങൾക്കും പരിപാടിക്കൊക്കെ പോകുന്ന പറഞ്ഞാൽ ഉള്ള കയ്യാലയൊക്കെ ചാടി ഇങ്ങനെ അലയുടെ ഇലയിലൊക്കെ ഓടി മലയുടെ അമ്പലത്തിലേക്ക് ഉത്സവത്തിൽ പോയി ഇതിൽ എളുപ്പമാണ്. നേരത്തെ കഴിഞ്ഞാൽ ഓരോ വീട്ടിലോട്ട് പോയി അങ്ങനെ പോകുമ്പോൾ നമ്മൾ പല ആളുകളെയും കാണുമായിരുന്നു, പല ആളുകളുടെ ബന്ധം പുതുക്കുമായിരുന്നു ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും പോകുമ്പോൾ. ഇന്ന് ആർക്കും എങ്ങും ബന്ധങ്ങളുമില്ല, ഒന്നുമില്ല. എല്ലാവരും വാട്സപ്പിൽ, ഞാൻ ഉൾപ്പെടെ. അപ്പം മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കിട്ടി ഇല്ലേ, അതല്ലേ അവസ്ഥ. എല്ലാവരും തിരക്കാണെന്നേ, ചിലവുകൾ കൂടുന്നു, നമ്മൾക്ക് സാഹചര്യം അനുസരിച്ച് നമ്മൾ മാറുന്നു, അത്രേ ഉള്ളൂ. അപ്പം പറഞ്ഞു തന്നത് ഇപ്പോൾ എല്ലായിടത്തും മതിലുകളാണ്, പല വലിയ കൂടിയ മതിലുകളാണ്, ലക്ഷങ്ങൾ മതിലിന് ചിലവാക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇത് പല തുച്ഛമായ റേറ്റൊക്കെ ഉള്ളതിന് 750-800 തോന്നുന്നു ഒരു അടിക്ക്. കറക്റ്റ് കണക്കറിയത്തില്ല ഇപ്പോഴത്തെ. ഇത് കുറേ നാൾ മുമ്പ് എടുത്ത വഴി കേട്ടോ. നമ്മുടെ രാജേട്ടൻ്റെ വീട്ടിലെ റോഡിൻ്റെ സൈഡിൽ കയ്യാലെ മൊത്തം ഒടിഞ്ഞു പോയപ്പോഴേ അവിടെ മതിൽ കെട്ടിയതാണ്. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പം സ്നേഹമതിൽ കെട്ടുക എന്ന് പറഞ്ഞ് നോക്കിയതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഇതിൻ്റെ പേര് ഒറിജിനൽ ഇങ്ങനെയാണോ? അപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ സ്ലാബ് മതിൽ എന്നാണ് കേട്ടോ. സ്നേഹമതിൽ എന്നല്ല, സ്ലാബ് മതിൽ എന്നാണ് പേര്. ആ സ്ലാബ് മതിൽ പറഞ്ഞ് സ്നേഹമതിലാക്കിയതാണ്. പിന്നെ സ്നേഹം കൂടി ചാരി നിന്നാൽ ചിലപ്പോൾ മതിൽ കാണത്തില്ല കേട്ടോ, ചിലപ്പോൾ ആ തൂണേ കാണത്തുള്ളൂ. അതുകൂടെ ഉണ്ട്. നമ്മൾക്ക് സേഫ്റ്റി, സെക്യൂരിറ്റി, പട്ടിയും പൂച്ചയും നിർത്തി ചാടാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ സെക്യൂരിറ്റിക്ക് വെക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇത് പണിഞ്ഞിട്ട് ഞാൻ ഇടുന്ന കണ്ടിട്ടില്ലേ, അതുണ്ടോ? ഇല്ല. ഇവിടെ കമ്പ് വെച്ച് അതിൻ്റെ കറക്റ്റ് അളവ് വെച്ചിട്ട് വേണം അതിന് ടൈറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ അവിടെ നമ്മുടെ കയ്യാളുടെ സൈഡ് മൊത്തവും ബിയർ കുപ്പി അങ്ങനെയുള്ള കുപ്പികളൊക്കെ ഇട്ട് കാടായിരുന്നു. ആ കുപ്പികളൊക്കെ പൊട്ടിച്ച് റോഡിലും വിടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ കുഴിയിൽ തന്നെ ഇട്ട്, ഞങ്ങൾ ആ ചേട്ടന്മാരിട്ടിട്ടില്ല, പൊട്ടിച്ച് കുഴിയിൽ തൂണിൻ്റെ മുട്ടത്തിനിട്ട് ഉറപ്പിച്ച് കേട്ടോ. അതിന് തൂണ് പറ്റി നിമിഷ നേരം കൊണ്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. മതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ആണ് ഏറ്റവും എളുപ്പം. നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒത്തിരി ചിലവില്ല, എന്നാൽ നിമിഷ നേരം കൊണ്ട് ഈ സ്ലാബ് മതിലിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് കണ്ടപ്പോൾ രസം തോന്നി. അങ്ങനെ പോയി ഇരുന്ന കാര്യമൊക്കെ പറഞ്ഞ് ചേട്ടന്മാർ ചോദിച്ചിട്ട് എടുത്ത വീഡിയോയാണ്. അതിനകത്ത് നമ്മൾ ആ മതിലിനകത്തേക്ക് അത് തൂണ് ഫിറ്റ് ചെയ്യുന്നു, അതിനകത്തേക്ക് സെറ്റ് ചെയ്തിരുന്നു. തൂണ് ഫിറ്റ് ചെയ്താൽ കോൺക്രീറ്റ് ഒന്നൊന്നും ഉറയ്ക്കാനുള്ള ഇച്ചിരി സമയം എടുക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി സ്ലാബ് ഒരു മണിക്കൂർ അടുപ്പിച്ചെടുക്കും കോൺക്രീറ്റ് ഇട്ട് സെറ്റാക്കാൻ. അങ്ങനെ കുറച്ച് തൂണ് സെറ്റാക്കും. അപ്പോൾ ആദ്യം ഇട്ട് അതിനകത്ത് പിന്നെ പോയി ചെയ്യാണ്ട് കുപ്പിയൊക്കെ ഉണ്ടല്ലോ, കുപ്പിച്ചില് അതിനകത്ത് ഇടിച്ചുറപ്പിച്ചാണ് നമ്മൾ തൂണ് സെറ്റാക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ സ്ലാബ് മതിൽ എന്നാണ് ഇതിൻ്റെ പേരെന്ന് അറിയാൻ എത്ര പേരുണ്ടായിരുന്നു ഇതിനകത്ത്. അതുപോലെ സ്നേഹമതിലിൻ്റെ ക്വാളിറ്റി നല്ല ഇതാണ് കേട്ടോ. നെറ്റ് ഇട്ടാണ് അത് നെറ്റ് വാർക്കുന്നത്. ഒരുപാട് വലിയ കമ്പികളിടാൻ പറ്റത്തില്ല, കമ്പി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വെടിച്ച് കയറും. അതുകൊണ്ട് ചെറിയ കനം കുറഞ്ഞ് കമ്പി ഇട്ട് നെറ്റ് ഇട്ടാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ കണ്ടതാണ്, വാർത്ത് കൊണ്ടുവന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് അതുണ്ടോ, സൂപ്പറല്ലേ, അടിപൊളി വൃത്തിയായി. പ്രത്യേകിച്ച് 10-15-20 വർഷത്തിൽ കൂടുതൽ ഇങ്ങനെ വെടിച്ച് കയറത്തൊന്നുമില്ല. ഇതിലൊക്കെ ചെറിയ ക്രാക്ക് പോലെ ഉണ്ടാവുമെങ്കിൽ മാത്രമേ വെടിച്ച് കയറാൻ സാധ്യതയുള്ളൂ. വെടിച്ച് കയറാറില്ല, നമ്മളങ്ങനെ കണ്ടില്ല. പിന്നെ ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞതൊക്കെ എന്തെങ്കിലും പൊട്ടിയും പൊളിഞ്ഞൊക്കെയാണ് പിടിച്ചുകൊണ്ട്. സ്ലാബ് അതിലുണ്ട്, സ്ലാബ് അതിനകത്ത് 2 ഗ്രൂ ഉണ്ട്. ആ ഗ്രൂവിനകത്തേക്ക് ഇറക്കി വിട്ടു ഞാൻ. അതുപോലെ നമ്മളിവിടെ കാണുന്നത് ഈ പ്ലെയിനായിട്ടുള്ള ഈ സ്ലാബുകൾ മാത്രമാണ്. നമ്മൾ തമിഴ്നാട് ഭാഗത്തോടൊക്കെ പോയി കഴിഞ്ഞാൽ പളനിക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും വളരെ മനോഹരമായ ഡിസൈനുകളുള്ള സ്ലാബുകൾ കേട്ടോ. ഈ ഇടുന്ന പ്ലെയിൻ സ്ലാബിന് പകരം ഡിസൈനുള്ള സ്ലാബ് അത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതൊരു ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു മതിൽ ഫീൽ ചെയ്യും നമുക്കിവിടെ. അതുപോലെ അച്ചുകൾ ചെയ്ത് ചെയ്യാം, പക്ഷേ റേറ്റ് കൂടുന്നതുകൊണ്ടാണ് അവർ ചെയ്യാത്തത്. കാരണം നമുക്ക് റേറ്റ് കുറച്ചുള്ള സാധനങ്ങൾ മതിയല്ലോ. അവിടെ പിന്നെ സാധനങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് അവിടെ റേറ്റ് കുറവായിരിക്കും. ഇവിടെ ഈ സാധനം കിട്ടുന്ന സ്ലാബ് വിലയ്ക്ക് അവിടെ ആ റേറ്റ് കുറഞ്ഞ് ഡിസൈനുള്ള സ്ലാബുകൾ കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ ആരെങ്കിലും അങ്ങനെ വെറൈറ്റി ചെയ്തു തുടങ്ങിയാൽ ആളുകൾ അത് ഫ്രണ്ടിലൊക്കെ വെക്കുന്ന മതിലുകൾക്ക്, മുൻവശത്തേക്കുള്ള മതിലുകൾക്ക് അതിൽ സാധനം കിട്ടിയാൽ നല്ല ഉപകാരമായിരിക്കും. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ ഇടണം. ഓക്കെ. സ്ലാബെല്ലാം ഫിറ്റ് ചെയ്യുമ്പോൾ അതിന് മേളിൽ കവറിങ് കേട്ടോ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർ ഒരു കൊണ്ട് പോകത്തില്ലേ, മണ്ടയ്ക്ക് അത് കവർ ചെയ്ത് വെക്കും. പിന്നെ നമുക്ക് ഫുൾ ലോക്കാണ്, 3 സൈഡിൽ നിന്ന് ലോക്കാണ്, താഴെയും ലോക്കാണ്. എന്നിട്ട് ഇതിനെ സിമെൻറ്റ് ചെയ്ത് തേച്ച് വെക്കും. സൈഡും മേളും എല്ലാം സിമെൻറ്റ് ചെയ്ത് ജോയിൻറ്റിലെല്ലാം അടക്കി. സെൻറ്റർ ഭാഗത്ത് ഗ്രൗട്ട് തേച്ച് ബ്രഷ് വെച്ച് തേച്ചാൽ മതിയാവും. അതുകൊണ്ട് തേച്ചൊന്നും പറ്റുന്നില്ല, കാരണം അത് നല്ല സ്ട്രോങ് ആയിട്ട് കണ്ട ഗ്യാപ്പൊന്നും ഇല്ല. അകത്ത് മാത്രം നമ്മൾ ഗ്രൗട്ട് തേക്കും. ആ ഗ്യാപ്പിൽ കുഴിയിൽ ഉള്ളിൽ തേച്ചിട്ടുണ്ട്. തൂണ് തേക്കും, സൈഡിലെല്ലാം തേച്ച് ടോപ്പിലെല്ലാം തേച്ച് ഫിനിഷ് ചെയ്യും. അത്യാവശ്യം ചിലവ് കുറഞ്ഞ മതിലാണ്. നമുക്ക് വലിയ വേറെ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഇതേത്തെ മതിൽ തന്നെ ധാരാളം, ഒരു പ്രശ്നമില്ല. ഓക്കെ.